അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു നിസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് കടന്നു പോകുന്നത് എങ്കിൽ നാം തീർച്ചയായിട്ടും തഹജ്ജുദ് നിസ്കാരം ഒരു ശീലമാക്കണം. ഞാനിപ്പോൾ അടുത്താണ്, ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അടുത്താണ് ഞാൻ തഹജ്ജുദ് നിസ്കാരത്തിൽ ഏർപ്പെട്ടത്. നിസ്കരിക്കണം, നാളെ നിസ്കരിക്കണം, അല്ലെ ഇന്ന് രാത്രി എന്തായാലും നിസ്കരിക്കണം എന്നൊക്കെ കരുതും. പക്ഷെ എണീക്കാൻ കഴിയാറില്ല. ഇപ്പം വല്ലാത്ത മനസ്സിന് പ്രയാസം വന്ന സമയത്ത് നമുക്ക് ഒരു ഉറക്കമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സമയം വന്ന സമയത്താണ് ഞാൻ തഹജ്ജുദ് നിസ്കാരം നിത്യേന ജീവിതത്തിൽ കൊണ്ടുവന്നത്. അൽഹംദുലില്ലാ, അതുകൊണ്ട് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. നമ്മൾ വിചാരിക്കാത്ത ഓരോ സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തഹജ്ജുദ് നിസ്കാരം ഒരു ശീലമാക്കണം. നമ്മൾ വല്ലാത്തൊരു പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ പ്രയാസത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് എങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരു ശീലമാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആ ഒരു ശീലം നിങ്ങൾ കൊണ്ടുവരണം. നമ്മൾ ഉറങ്ങി ഒരൊറ്റ ഉറക്ക് എണീറ്റ് 2 മണിക്കോ അല്ലെങ്കിൽ 3 മണി 4 മണി, ഒരു സുബഹി ബാങ്കിന്റെ 5 മിനിറ്റ് മുന്നേ എണീറ്റ് ഭർത്താവ് മക്കൾ ഒക്കെ നല്ല ഉറക്കമുള്ള സമയമായിരിക്കും. അവരൊന്നും അറിയാതെ വുളൂ എടുത്ത് നിസ്കാര റൂമിലേക്ക് പോയി ഒരു 2 റക്അത്ത് ചുരുങ്ങിയത് നിങ്ങൾ നിസ്കരിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണോ അള്ളാഹുവിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് ആരും അറിയാതെ അള്ളാഹ് ആ ഒരു സമയത്ത് നമ്മുടെ ദുആ കേൾക്കുമെന്നാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. എന്ത് പ്രയാസവും നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു നിസ്കാരം നിങ്ങൾ ശീലമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, നമ്മൾ ഫർള് നിസ്കരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ ആ ഒരു പ്രയാസം തീർന്നു തന്നെ ഇരിക്കും. എന്താണോ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇന്നു മുതൽ തഹജ്ജുദ് നിസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കണം. നാളെ അള്ളാഹ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മോട് സലാം പറയുമെന്നതാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, തഹജ്ജുദ് നിസ്കാരം ഒരു 2 റക്അത്ത് തന്നെങ്കിലും എല്ലാവരും ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നിങ്ങൾ നീറിക്കൊണ്ടിരിക്കുന്ന എന്ത് പ്രയാസമായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, നിങ്ങളൊരു കച്ചവടം തുടങ്ങിയോ, കച്ചവടത്തിൽ തീരെ ബർക്കത്തില്ലേ, എന്നാൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചു നോക്ക്. നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹിനോട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസം അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ കൂടെയാണ്. ഒരു പ്രയാസത്തിലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും. ഞങ്ങളുടെ പ്രയാസമൊക്കെ അൽഹംദുലില്ലാ അള്ളാഹ് മാറ്റിത്തന്നത് തഹജ്ജുദ് നിസ്കാരത്തിലൂടെ തന്നെയാണ്. ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എല്ലാവരും തഹജ്ജുദ് നിസ്കാരത്തിൽ ഏർപ്പെട്ടു. അൽഹംദുലില്ലാ, അത് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ്. ഞങ്ങൾ വല്ലാത്തൊരു പ്രയാസത്തിലൂടെയായിരുന്നു ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പുണ്യം കൊണ്ട്, ഗുണം കൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെട്ടത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരുപാട് അള്ളാഹനെ ശുക്ർ ചെയ്താലും ഹംദ് പറഞ്ഞാലും മതിയാകില്ല. അത്രത്തോളം ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ അള്ളാഹ് കാത്തു രക്ഷിച്ചത് ഞങ്ങളുടെ തഹജ്ജുദ് നിസ്കാരം തന്നെയായിരുന്നു. തഹജ്ജുദ് നിസ്കരിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, അള്ളാഹ് ഇഷ്ടമുള്ളവരുടെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം. അതായത് അള്ളാഹനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. രണ്ടാമതായിട്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം പാതിരാത്രി എണീറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ അള്ളാഹ് തൻ്റെ മറ എടുത്തു മാറ്റുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നമ്മോട് സലാം പറയുന്നതാണ്. നാളെ നമ്മൾ മഹ്ശറയിൽ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അള്ളാഹ് തൻ്റെ മറ എടുത്തു മാറ്റിയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് അള്ളാഹ് നമ്മോട് സലാം പറയുന്നതാണ്. നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നമ്മോട് സലാം പറയുമെന്നതാണ്. സ്വർഗത്തിൽ വെച്ച് അള്ളാഹിനെ കാണും. അള്ളാഹ് നമ്മോട് സലാം പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. അള്ളാഹിനെ കാണണം ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിസ്കരിക്കണം. അള്ളാഹിനെ കാണണം എന്ന ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഏർപ്പെടണം. പാതിരാത്രിക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും ആ ഒരു സമയത്തുള്ള ദുആക്ക് ഹലാലായ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ആ ഒരു സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നൽകുക തന്നെ ചെയ്യും.
നമുക്ക് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് തഹജ്ജുദ് നിസ്കരിച്ചാൽ. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് തഹജ്ജുദ് നിസ്കാരം. അള്ളയുമായിട്ട് നമുക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ഒന്നാമത്തെ വഴിയാണ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത്. പിന്നീട് നമ്മുടെ എന്ത് പ്രയാസവും മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ ആ ഒരു സമയത്ത്, ആ ഉറക്കിൽ നിന്ന് എണീക്കുന്ന ആ ഒരു സമയത്ത്, ആ ഒരൊറ്റ ഉറക്ക് നമ്മളൊന്ന് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് ആ ഒരു നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. പിന്നീട് നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് തഹജ്ജുദ് നിസ്കാരം. പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു മറ മാറ്റുമെന്നാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു മറ മാറ്റിയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളോട് സലാം പറയുമെന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന നേട്ടമാണത്. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നാളെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മറ അള്ളാഹ് നീക്കിയിട്ട് നമ്മോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മളോട് സലാം പറയുമെന്നതാണ്. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞാനും ഈ അടുത്താണ് തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയത്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാത്ത എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നിങ്ങളുടെ എന്ത് മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുണ്ടോ ആ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നീക്കി തരുന്നതാണ്, ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ആ ഒരു നിസ്കാരം നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹ് നിങ്ങൾക്ക് തരുന്നതാണ്. നമുക്ക് സമ്പത്ത് ഒരുപാട് വാരിക്കോരി തരണം അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്.